ഹായ് ഗൈസ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് കേട്ടോ. അവിയൽ എന്ന് പറയുമ്പോൾ ഓണം, വിഷു എന്നുള്ള നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന സദ്യയിലുള്ളൊരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതൊന്ന് കാണാം. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടെ ഞാൻ പറയാം കേട്ടോ. ഞാൻ, അച്ഛൻ, അമ്മ, കിച്ചു എന്ന് പറഞ്ഞ എൻ്റെ അനിയനാണ്, അച്ഛമ്മ, അങ്ങനെ ഞങ്ങൾ 5 ആൾ കൂടിയൊരു ഫാമിലി ആയിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഈ 4 പേര് മാത്രം, അല്ലെങ്കിൽ 5 പേര് മാത്രമായിരിക്കും ഓണമായാലും വിഷു ആയാലും ഈസ്റ്റർ ആയാലും പെരുന്നാളായാലും എന്തൊക്കെ വിശേഷ ദിവസങ്ങളുണ്ടോ അതിനൊക്കെ ഞങ്ങൾ മാത്രമായിരിക്കും വീട്ടിലുണ്ടാകാറുള്ളത്. സദ്യ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കാറുണ്ട് പായസം, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വലിയൊരു ഫാമിലി ആട്ടോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഓണായാലും വിഷുവായാലും ഈസ്റ്റർ ആയാലും എന്താണെങ്കിലും നമ്മളെ വീട്ടിലെല്ലാവരും ഉണ്ടായിരിക്കും. എല്ലാവരും കൂടെ ഇരുന്ന് ആ കഴിക്കുന്നൊരു സന്തോഷം അത് വേറെ തന്നെ. അത് ഉണ്ടാക്കുമ്പോൾ എനിക്കിതൊക്കെയാട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ എല്ലാവരും അവിയൽ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, എൻ്റെ അഭിപ്രായം പറയും.